യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആത്മീകമായ സാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ആത്മീയ സാന്നിധ്യം നമുക്ക് തരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് കർത്താവ് യേശുക്രിസ്തു നൽകിയതായ മഹത്തായ ഒരു വാഗ്ദത്തത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് യേശു നൽകിയതായ ആ ഉറപ്പ്, അതേ ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായി തരുന്നത് പരിശുദ്ധാത്മാവിലൂടെ തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു വളരെയധികം വിഷണ്ണരായിരിക്കുന്ന ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, എൻ്റെ ആത്മീയ സാന്നിധ്യം നിങ്ങൾക്ക് തരുന്നതായ പരിശുദ്ധാത്മാവ് വരികയില്ല. അതേ, ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ ആത്മീക സാന്നിധ്യം ഉളവാക്കി തരുന്നു. നാം അവൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. വളരെയധികം പ്രസ്താവ്യമായ ഒരു കാര്യമാണ് 2 അതിൽ കൂടുതൽ. അതായത് ഒരാളെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, 2 പേർ കൂടുന്നിടത്ത് അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ആത്മീയ സാന്നിധ്യം ഇറങ്ങി വരും. എന്നാൽ നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതും ഒരു ആത്മീയ സാന്നിധ്യമാണ്. പക്ഷേ അത് നമ്മൾ ദൈവവും നാമും തമ്മിലുള്ള വ്യക്തിപരമായുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. പക്ഷേ സഭയ്ക്ക് വലിയ വ്യത്യാസമുണ്ട്. സഭയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരുമിച്ച് കൂടുന്നിടത്ത്, അതായത് 2 പേർ അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ദൈവം ഇറങ്ങി വരുവാനിടയായിത്തീരും. എന്ന് മാത്രമല്ല, വിശുദ്ധ ബൈബിളിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എപ്രകാരം ഫലിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് യേശുവിൻ്റെ നാമത്തിൽ 2 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് എവിടെ കൂടി വരുന്നുവോ അവിടെ അവൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതായ ചിന്ത യേശു അറിയുന്നു, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം യേശു അറിയുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് യേശു പറയുന്നു. അത് വചനപ്രകാരമാണെങ്കിൽ അവൻ നമ്മളോടുകൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിലെ 8-ാം വാക്യമാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഇവിടെ യേശു പറയുകയാണ്. ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിലെ 3-ാമത്തെ ആളത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പലരും ചിന്തിക്കുന്നു അതൊരു കേവലം ശക്തിയാണെന്നുള്ളത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കർത്താവ് യേശുക്രിസ്തു മൂലവും അപ്പോസ്തലന്മാരിൽ കൂടെയും പരിചയപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു ശക്തി മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയും കൂടെയാണ്. ദൈവിക തത്വത്തിലെ 3-ാമത്തെ ആളത്വമായി അതൊരു വ്യക്തിയായി നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ ഹീ എന്നൊരു പദം കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ വായിച്ച മലയാളം ബൈബിളിലാണെങ്കിലും 8-ാം വാക്യം, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺവിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോധം വരുത്തുന്നതായ ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സുബോധം നഷ്ടപ്പെട്ടവരായി മാറുമെന്ന്. അങ്ങനെ ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബോധം വരുത്തുക എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ചുള്ള ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്? നമുക്കുണ്ടാകേണ്ടത് പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. 2, നീതിയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. അതുപോലെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ഒരു മനുഷ്യനിൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അവൻ പാപിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിലും വളരെ സത്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് ദൈവം നീതിമാൻ ആണ് എന്നുള്ളത്. ഈ 2 വാക്കുകൾ കൂടിച്ചേരുമ്പോൾ ന്യായവിധി ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നീതിമാനായതുകൊണ്ട്
ദൈവത്തിലെ സത്യം നീതി ആയതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിന് ന്യായവിധിയുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പലതായിട്ട് പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഞാൻ ഈ വേദഭാഗം വിശദീകരിക്കാൻ വേണ്ടി അടുത്ത വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും, അതായത് ജനം യേശുവിനെ വിശ്വസിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ പാപമാണ്. നമ്മുടെ പാപമാണ് നമ്മെയും ദൈവത്തെ തമ്മിൽ അകറ്റുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ് മനുഷ്യൻ്റെത്. മനുഷ്യൻ ദൈവിക സത്യങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്തതും ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിയാത്തതും ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ അവന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാപമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതവർക്ക് ഗ്രഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് എന്ന്, അതുപോലെ അവർ മറ്റൊരു മതത്തിൻ്റെ ആളായതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അപ്രകാരമല്ല പറയുന്നത്. നമ്മുടെ പാപമാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്. ദൈവത്തിൻ്റെ പ്രമാണം ഗ്രഹിക്കുന്നതിൽ നിന്നും നമ്മെ അകറ്റുന്നത് നമ്മുടെ പാപമാണ്. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത് അവരിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. അടുത്തത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങളിനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും. ഇന്ന് ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള ഒരു ദാഹമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് അവൻ്റെ സഹായത്തിനായി കടന്നു വരുന്നു. റോമലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ഹൃദയത്തിൻ്റെ ചിന്ത ഇന്നതെന്ന് അറിയുന്നു. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ ബ്ലെസ്സിങ്. 3-ാമത്തെ ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു, 11-ാമത്തെ വാക്യം: ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ന്യായവിധി എന്ന് പറയുന്നത് അത് വരുവാൻ പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാണുവാൻ കഴിഞ്ഞു. സാത്താനെ കാൽവറിയുടെ കൊലക്കളത്തിൽ വെച്ച് കർത്താവ് യേശുക്രിസ്തു അവനെ നിരായുധനാക്കി തീർന്നപ്പോൾ, അവൻ്റെ മേൽ യേശു ക്രൂശിൽ ജയം കൊണ്ടാടിയപ്പോൾ ന്യായവിധിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ആ ക്രൂശുമരണം വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം അവൻ്റെ രക്തത്താലാണ് നമുക്ക് വിമോചനമുള്ളത്. അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാത ധ്യാനത്തിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നവരാണോ? പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അതെ, ഇന്ന് നമുക്ക് ആ സമർപ്പണം ഉണ്ടാകട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കോണം അങ്ങ് സഹായിച്ചനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നിത്യരക്ഷയെക്കുറിച്ച്, ദൈവം ഒരുക്കുന്ന പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ദൈവവചനം സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.